ഇന്ന് നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,818.55 എന്ന വാല്യൂവിലാണ്. ഇന്നലത്തെ ക്ലോസ്ഡ് വാല്യൂവിൽ നിന്ന് 41.55 പോയിന്റ് മൈനസ് ആയിട്ടാണ് ഇന്നത്തെ ഇൻഡെക്സ് വാല്യൂ ക്ലോസ്ഡ് ആയിട്ടുള്ളത്. ഇന്നലത്തെ ക്ലോസ്ഡ് വാല്യൂ 25,860.10 ആയിരുന്നു ഉണ്ടായിരുന്നത്. മാർക്കറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ അഡ്വാൻസസ് 1054 സ്റ്റോക്കുകളിലും ഡിക്ലൈൻസ് 2083 സ്റ്റോക്കുകളിലും ഉണ്ടായിട്ടുണ്ട്. അൺചേഞ്ച്ഡ് സ്റ്റോക്സ് 87 എണ്ണമാണ് നിലവിലുള്ളത്. 47 സ്റ്റോക്കുകൾ 52 ആഴ്ചയിലെ ഉയർന്ന വിലയിൽ വ്യാപാരം പൂർത്തിയാക്കിയപ്പോൾ 152 സ്റ്റോക്കുകൾ 52 ആഴ്ചയിലെ താഴ്ന്ന വില നിലവാരത്തിലുമാണ് വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പർ സർക്യൂട്ടിൽ പോയത് 65 സ്റ്റോക്കുകളും 65 സ്റ്റോക്കുകൾ ലോവർ സർക്യൂട്ടിലും ട്രേഡ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സെക്ടറൽ ഇൻഡീസസുകളിൽ ഭൂരിഭാഗവും മൈനസ് ആയിട്ടാണ് ട്രേഡ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസ്ഡ് ഇൻഡെക്സ് വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തി നാളെ ട്രേഡിൽ നിഫ്റ്റിയുടെ സപ്പോർട്ട് പോയിന്റുകളും റെസിസ്റ്റൻസ് പോയിന്റുകളും ഏതെല്ലാമാണെന്ന് നോക്കേണ്ടതുണ്ട്. യൂറോപ്യൻ കോൾ ഓപ്ഷൻ മെത്തേഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സപ്പോർട്ട് പോയിന്റുകളും റെസിസ്റ്റൻസ് പോയിന്റുകളും തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസ്ഡ് പോയിന്റ് 25,818.55 അടിസ്ഥാനമാക്കി 18/12/2005 അതായത് നാളെ വ്യാഴാഴ്ചയിലെ ട്രേഡിംഗ് സപ്പോർട്ട് ലെവൽസ് ആദ്യത്തേത് 25,700 അതിനുശേഷമുള്ളത് 25,670 ആയിരിക്കും. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കുള്ള ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ 25,670 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ട്രേഡിൽ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തേത് 25,919 അതിനുശേഷമുള്ളത് 25,996 ആയിരിക്കും. നിഫ്റ്റിയിൽ ഒരു അപ് ട്രെൻഡ് സെറ്റ് ചെയ്യണമെങ്കിൽ 26,073 മുകളിൽ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആഭ്യന്തര വിപണിയിൽ നിന്ന് നിക്ഷേപക സ്ഥാപനങ്ങൾ ഓഹരികൾ വാങ്ങുന്ന ഒരു സാഹചര്യത്തിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും രൂപയുടെ മൂല്യശോഷണം വിപണി നമുക്ക് നൽകുന്ന സൂചനകൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. കലണ്ടർ ഇയർ അവസാനിക്കുന്ന സമയമായതുകൊണ്ട് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ബുക്കിങ്ങിന് കൂടുതലായി ശ്രമിക്കുന്നുണ്ടെന്ന് കണക്കാക്കണം. എന്തായാലും നാളെ നിഫ്റ്റി ഇൻഡെക്സ് ട്രേഡിംഗ് വാല്യൂസ് നമ്മുടെ കാൽക്കുലേഷനിൽ ഉള്ളതാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ഗുഡ് ബൈ.